ഉള്ളുലഞ്ഞ് നാട്. മധ്യവേനൽ അവധിയുടെ സന്തോഷവുമായി മലപ്പുറത്ത് നിന്നും വാൽപ്പാറയിലേക്ക് വിനോദയാത്ര സംഘം അപകടത്തിൽപ്പെട്ട 9 പേർ മരിച്ചു. 4 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മലപ്പുറം പാങ് സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ഉൾപ്പെടെയുള്ള 4 പേർ കോയമ്പത്തൂരിലും മലപ്പുറത്തും ചികിത്സയിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുമെന്നും ചികിത്സയിലുള്ളവരുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും സർക്കാർ അറിയിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മലപ്പുറം പാങ് സർക്കാർ LP സ്കൂളിൽ നിന്നും വാൽപ്പാറയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അധ്യാപകരും കുടുംബാംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടുന്ന 13-അംഗ സംഘം ഇങ്ങനെയൊരു ദുർവിധി പ്രതീക്ഷിച്ചിരുന്നില്ല. മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകും വഴി യാത്രയുടെ അനുഭവം പങ്കുവെക്കുന്ന ചിത്രങ്ങൾ ടീച്ചർമാർ പങ്കുവച്ചപ്പോൾ യാത്ര പോകാതിരുന്ന സഹപ്രവർത്തകരും ഈ ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല. വാൽപ്പാറയിലെ 13-ാം നമ്പർ വളവ് ഒരു സ്കൂളിന്റെയും നാടിന്റെയും നന്മയെ ഒന്നാകെ കവർന്നെടുക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3-ന് സ്കൂളിൽ നിന്നും ആരംഭിച്ച യാത്ര വൈകിട്ട് 5:15-ഓടെയാണ് വാൽപ്പാറ പൊള്ളാച്ചി ചുരത്തിന്റെ 13-ാം വളവിലെത്തിയത്. ഇടുങ്ങിയ പാതയുടെ ഒരു വശം കൊക്കയാണ്, മറുവശത്ത് കഷ്ടിച്ച് 1.5 അടി ഉയരമുള്ള സുരക്ഷാഭിത്തി. ഒരു നിമിഷാർത്ഥത്തിന്റെ ലാഞ്ചനത്തിൽ മുഹമ്മദ് ഫാസിദ് എന്ന 21-കാരൻ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റി. 13-ാം വളവിൽ നിന്നും 9-ാം വളവിലേക്ക് സന്തോഷം നിറച്ച KL 11 AM 7288 എന്ന ടെമ്പോ ട്രാവലർ കൂപ്പുകുത്തി. രണ്ടു വാഹനത്തിനപ്പുറം നടന്ന അപകടത്തെക്കുറിച്ച് സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന ചാലിയം സ്വദേശി പറയുന്നതിങ്ങനെ: 16-ാം വളവിന് ഞങ്ങൾ അവിടെ സെൽഫി എടുക്കാൻ വേണ്ടി നമ്മൾ നിന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ മുമ്പിൽ കൂടെ പോണ്. പിന്നെ ഞങ്ങൾ 14-ൽ എത്തുമ്പോഴാണ് നമ്മളൊരു ശബ്ദം കേൾക്കുന്നത്. 13-നാണ് ഇത് സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് അതിന് മാത്രം പരിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടി ഇരുന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകൾ കിടക്കുകയാണ്. അതിൽ കൂടുതൽ സ്ത്രീകളും എത്താവാൻ സാധ്യത കൂടുതലാണ്. ആ കണ്ട കാഴ്ചയിൽ നമ്മൾ കണ്ട കാഴ്ചയിൽ വണ്ടി കണ്ടാൽ ആരും കഴിച്ചിലാവില്ല കണ്ടാൽ. എന്നിട്ട് പോലും ലാസ്റ്റ് സമയത്ത് ഫയർഫോഴ്സ് അവിടെ വന്നു പോലും കയറ് കെട്ടി ഇറങ്ങി ആ പ്രദേശത്തൊക്കെ പോലെ അരിച്ചു പിറക്കി. പക്ഷെ തമിഴ്നാടിന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ അവിടെ ഇടപെട്ടിട്ടുണ്ട്. അപകടം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം. ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ് തുടങ്ങി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിച്ചു. പരിക്കേറ്റവരെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിതറിപ്പോയ മനുഷ്യ ശരീരങ്ങൾക്ക് മുന്നിൽ രക്ഷാപ്രവർത്തകരും ഡോക്ടർമാരും ഉൾപ്പെടെ വിറങ്ങലിച്ചു നിന്നു. വാർത്തയറിഞ്ഞ് കേരളത്തിൽ നിന്നും ജനപ്രതിനിധികളും രക്ഷാപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പൊള്ളാച്ചിയിലേക്കും വാൽപ്പാറയിലേക്കും ഇരച്ചെത്തി. കോയമ്പത്തൂരിലെയും പൊള്ളാച്ചിയിലെയും ജനപ്രതിനിധികളും ആംബുലൻസ് ഡ്രൈവർമാരും സാധാരണക്കാരും കാണിച്ച അസാമാന്യ ഇടപെടലിൽ 4 പേരുടെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. കേരള തമിഴ്നാട് സർക്കാരുകളും പോലീസ് മേധാവികളും ആരോഗ്യ വകുപ്പുകളും ഗൗരവം കണക്കിലെടുത്ത് പ്രവർത്തിച്ചു. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുനൽകാൻ തീരുമാനമായി. അപകടസ്ഥലത്ത് തന്നെ 7 പേർ മരണപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് മറ്റ് 2 പേരും മരണത്തിന് കീഴടങ്ങി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ശനിയാഴ്ച രാവിലെ 6 മണിയോടെ പൊള്ളാച്ചിയിൽ നിന്നും മലപ്പുറത്തേക്ക്. ഓർമ്മകളുടെ കനലെരിഞ്ഞ മനസ്സുമായി ഉറ്റവർ കാത്തിരുന്നു. പാങ് LP സ്കൂളിന് സമീപം അമ്പലത്തറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചേതനയറ്റ ശരീരമായി പ്രിയപ്പെട്ടവർ മടങ്ങിയെത്തി.
അപകടത്തിൽ മരിച്ച അജിത ടീച്ചർക്ക് ഭാരതപ്പുഴയുടെ തീരത്താണ് അന്ത്യവിശ്രമം. മരിച്ച മജീദ് മാഷ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് അവരവരുടെ മഹല്ലുകളിൽ ഖബറടക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.